ഇറാനിലെ സൗദി എംബസിക്കും കോൺസുലേറ്റിനും നേരെയുണ്ടായ ആക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിലും വ്യാപക പ്രതിഷേധം. ഇറാൻ നയതന്ത്ര പ്രതിനിധികളോട് 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ ബഹ്റിൻ ആവശ്യപ്പെട്ടു. UAE, ഖത്തർ, ജോർദാൻ എന്നീ രാജ്യങ്ങളും പ്രതിഷേധം അറിയിച്ചു. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി EM അഷ്റഫ് ടെലിഫോൺ ചേരാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗൾഫ് രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിലും സൗദി അറേബ്യയുടെ എംബസിക്കും കോൺസുലേറ്റും ഇറാനിലുള്ള കോൺസുലേറ്റിനെതിരായിട്ട് നടന്ന ആക്രമണങ്ങൾക്കും തീ കൊടുത്തതിനെതിരായിട്ട് വ്യാപകമായ പ്രതിഷേധം ആളിക്കത്തുകയാണ്. കാരണം ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇറാനെതിരായിട്ട് പ്രതിഷേധവുമായി രംഗത്തെത്തി. സൗദി അറേബ്യക്ക് പിന്നാലെ ബഹ്റൈനും ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചു. തെഹ്റാനിലെ നയതന്ത്ര കാര്യാലയം അടച്ചുപൂട്ടാൻ തീരുമാനിച്ച ബഹ്റൈൻ ഇറാൻ നയതന്ത്ര പ്രതിനിധികളോട് 48 മണിക്കൂറകം രാജ്യം വിടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ക്യാബിനറ്റ് തീരുമാനപ്രകാരം ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം ഇറാൻ ആക്ടിംഗ് ചാർജ് ദി അഫയേഴ്സ് മൊറാത്താദ സനൂബാരിയെ വിളിച്ചു വരുത്തുകയും ഇത് സംബന്ധിച്ച നിവേദനം കൈമാറുകയും ചെയ്തതായി ബഹ്റൈൻ ന്യൂസ് ഏജൻസി അറിയിച്ചു. ഖത്തീഫിൽ ദേശവിരുദ്ധ കലാപങ്ങൾക്കും സംഘർഷങ്ങൾക്കും നേതൃത്വം നൽകിയ കേസിൽ കിഴക്കൻ പ്രവിശ്യയിലെ ഷിയ പണ്ഡിതനെ സൗദി വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് പ്രതിഷേധിച്ച് തെഹ്റാനിലെ സൗദി എംബസിയും മഷാദിലെ സൗദി കോൺസുലേറ്റും ആക്രമിക്കപ്പെട്ടിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ഞായറാഴ്ച സൗദി ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദത്തിന് പിന്നാലെയാണ് ബഹ്റൈനും വിച്ഛേദിച്ചത്. മൂല്യങ്ങൾക്കോ ധാർമ്മികതക്കോ നല്ല അയൽബന്ധങ്ങൾക്കോ താല്പര്യമോ പരിഗണന നൽകാതെ UNAയോ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെയോ തത്വങ്ങളോട് പ്രതിബദ്ധതയോ ഇല്ലാതെ ബഹ്റൈനിന്റെ മാത്രമല്ല GCCയുടെയും മറ്റ് അറബ് രാജ്യങ്ങളുടെയും ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഇറാന്റെ നഗ്നവും അപകടകരവുമായ ഇടപെടലുകൾ തുടരുകയാണെന്ന് ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന അറിയിച്ചു. ഇറാൻ നടപടിയിൽ പ്രതിഷേധിച്ച് UAE വിദേശകാര്യ മന്ത്രാലയം ഇറാൻ അംബാസഡറെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല ജോർദാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും ഇറാനിലെ സൗദി നയതന്ത്ര കാര്യാലയങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേസമയം മക്ക മദീനയിലെ സന്ദർശനത്തെ, അതായത് ഹജ്ജ് കർമ്മത്തിനോ ഉംറയ്ക്കോ ഉള്ള സന്ദർശനത്തിന് ഇറാന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഇറാന് ഈ ഹജ്ജിനോ ഉംറയ്ക്കോ യാതൊരു നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് സൗദി മന്ത്രാലയം അറിയിച്ചു. അതേസമയം ഇത് സംബന്ധിച്ച് ഇപ്പോൾ അറബ് രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും ആളിക്കത്തിയിരിക്കുന്ന ഇറാൻ വിരുദ്ധ നിലപാട് അമേരിക്ക ഇതേവരെ അതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. നന്ദി. ഞങ്ങൾ മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ EM അഷ്റഫാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. UAEയിൽ വീസ മാറാൻ രാജ്യം വിടേണ്ട ആവശ്യമില്ലെന്ന് UAE ആഭ്യന്തര മന്ത്രാലയം. ഏതുതരം വിസയിൽ വന്നവർക്കും പുതിയ വിസയിലേക്ക് മാറാൻ രാജ്യത്തിനകത്തു നിന്നതിന് സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. വിദേശികൾക്ക് വേഗത്തിൽ വിസ നടപടികൾ പൂർത്തിയാക്കാൻ ഇതുമൂലം സാധിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ താമസ കുടിയേറ്റ വകുപ്പ് വക്താവ് ബ്രിഗേഡിയർ ഡോക്ടർ റാഷിദ് സുൽത്താൻ അൽ ഖദർ അറിയിച്ചു. ഏത് വിസയിലാണോ രാജ്യത്ത് പ്രവേശിച്ചത് ആ വിസയുടെ കാലാവധി അവസാനിക്കും മുൻപ് തന്നെ സ്പോൺസർമാർക്ക് വിസ മാറ്റി നൽകാനാകും. എന്നാൽ കാലാവധി തീരും മുൻപ് വിസ പ്രക്രിയകൾ പൂർത്തിയാക്കണം. നിലവിലുള്ള വിസയുടെ നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ പിഴയൊടുക്കേണ്ടി വരും. രാജ്യത്തെ എല്ലാ താമസ കുടിയേറ്റ കാര്യാലയങ്ങളിലും വിസ മാറ്റം സാധ്യമാകുമെന്നും അധികൃതർ അറിയിച്ചു. 3 വർഷത്തിനുള്ളിൽ തലസ്ഥാന നഗരിയിൽ പേ പാർക്കിംഗ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് അബുദാബി ഗതാഗത വകുപ്പ്. താമസക്കാർക്ക് അവരുടെ വാഹനങ്ങൾ താമസ സ്ഥലത്തിന് സമീപം പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടാക്കണമെന്ന നിരന്തര ആവശ്യം പരിഗണിച്ചാണ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ പേ പാർക്കിംഗ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത്. നഗരാതിർത്തിയിലെ ഫ്ളാറ്റുകളിലും വില്ലകളിലും താമസിക്കുന്നവർ വാടക കരാർ മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ പാർക്കിംഗ് പെർമിറ്റ് ലഭ്യമാകൂ. സൗദിയിൽ സ്വദേശികൾക്ക് അനുയോജ്യമായ തൊഴിൽ പരിശീലനം നൽകുന്നതിന്, തൊഴിൽ കണ്ടെത്തി നൽകുന്നതിന് സഹായിക്കുന്നതിനും വേണ്ടി സൗദി മാനവ വിഭവ ഡെവലപ്മെന്റ് ഫണ്ട് സഞ്ചരിക്കുന്ന ഓഫീസിന് തുടക്കം കുറിച്ചു. റിയാദിൽ സൗദി തൊഴിൽ മന്ത്രി ഡോക്ടർ മുഫ്രിജ് ഹഖ്ബാനിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഹദ്ഫിന് ശാഖകളില്ലാത്ത സ്ഥലങ്ങളിൽ സ്വദേശി യുവാക്കൾക്കും തൊഴിലുടമകൾക്കും ബോധവൽക്കരണം നടത്തുകയും തൊഴിൽ പരിശീലനം നൽകുന്നതിന് തൊഴിലുകൾ കണ്ടെത്തി നൽകുന്നതിന് സഹായിക്കുകയും ആണ് ലക്ഷ്യമെന്ന് മന്ത്രി ഹഖ്ബാനി പറഞ്ഞു. അതേസമയം ഹഫിന്റെ താദാഖ് പദ്ധതി പ്രകാരം 2015 47,737 യുവതീ യുവാക്കൾക്ക് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി കണ്ടെത്തി നൽകിയതായും വ്യക്തമാക്കി. ഭീകരവാദികൾക്കെതിരായ നടപടി തുടരുമെന്ന് സൗദി നീതിന്യായ മന്ത്രാലയവും സൗദി ആഭ്യന്തര മന്ത്രാലയവും വ്യക്തമാക്കി. ഇത്തരം പ്രവർത്തികളിൽ ഉൾപ്പെടുന്നവർക്ക് വധശിക്ഷ നൽകുമെന്ന് സൗദി നീതിന്യായ മന്ത്രാലയ വക്താവ് ഷെയ്ഖ് മൻസൂർ അൽ ഖഫാരിയും സൗദി ആഭ്യന്തര മന്ത്രാലയ വക്താവ് കേണൽ മൻസൂർ അൽ തുർക്കിയും വ്യക്തമാക്കി. രാജ്യത്തിനും സമൂഹത്തിനുമെതിരെ കലാപങ്ങളും കുഴപ്പങ്ങളും സൃഷ്ടിക്കുന്ന ഭീകരപ്രവർത്തന ശൃംഖലകളിൽ ചെന്നുപെടുന്ന യുവാക്കൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ് വധശിക്ഷയെന്ന് ഇരുവരും മുന്നറിയിപ്പ് നൽകി.
ദുബായിൽ ജോലിക്കിടെയുണ്ടായ അപകടത്തിൽ മരിച്ച മലയാളിയുടെ കുടുംബത്തിന് 51 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകാൻ കോടതിയുടെ വിധി. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി അബ്ദുൾ സലാമിന്റെ ആശ്രിതർക്കാണ് നഷ്ടപരിഹാരം ലഭ്യമാവുക. കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സൂപ്പർവൈസറായിരുന്ന സലാം 2010 ജൂലൈയിൽ ലിഫ്റ്റ് അപകടത്തിലാണ് മരണമടഞ്ഞത്. ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് ഇതര രാജ്യക്കാരായ തങ്ങളുടെ ജീവനക്കാർക്ക് അറബി ഭാഷാ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. തങ്ങളുടെ ജീവനക്കാരുടെ വിവര സാങ്കേതിക സാഹിത്യ മികവുകളെ കൂടുതൽ മികവുറ്റതാക്കാൻ താമസ കുടിയേറ്റ വകുപ്പ് ധാരാളം പരിശീലന രീതികൾ ആവിഷ്കരിച്ചു വരുന്നുണ്ടെന്ന് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് തലവൻ മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് റാഷിദ് അൽമറി പറഞ്ഞു. പ്ലാസ്റ്റിക് റബ്ബർ നിർമ്മാണ യന്ത്രങ്ങളുടെ പ്രമുഖ പ്രദർശനങ്ങളിലൊന്നായ ഒമാൻ പ്ലാസ്റ്റ് എക്സിബിഷൻ ജനുവരി 5 മുതൽ 7 വരെ മസ്കറ്റിൽ നടക്കും. ഒമാൻ പ്ലാസ്റ്റിന്റെ 3ാമത് എഡിഷൻ ആണിത്. ഈ രംഗത്തെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ അനാവരണം ചെയ്യുന്ന പ്രദർശനമാണ് ഒമാൻ പ്ലാസ്റ്റ് എന്ന് സംഘാടകരായ സിൽവർ സ്റ്റാർ കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖ സംഘാടകനും OICC ജുബൈൽ ഏരിയ സെക്രട്ടറിയുമായ അബു അമീസിനെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ പാലുവായി സ്വദേശിയാണ്. മൃതദേഹം സൗദിയിൽ തന്നെ മറവു ചെയ്യുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. സൗദി അതിർത്തി പ്രദേശമായ ജിസാൻ സാംതയിൽ വെച്ചുണ്ടായ ഷെല്ലാക്രമണങ്ങളിൽ മരിച്ച കൊച്ചി മട്ടാഞ്ചേരി സ്വദേശി TK ഫറൂഖിന്റെയും കൊല്ലം കൊട്ടിയം സ്വദേശി വിഷ്ണു വിജയന്റെയും കുടുംബങ്ങളെ സഹായിക്കാനായി ജിസാൻ ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ സമാഹരിച്ച 15,000 റിയാൽ കൈമാറി. സംഭാവന തുക കുടുംബസഹായ കമ്മിറ്റി ചെയർമാൻ ഹാരിസ് കലായി, ട്രഷറർ M താഹ എന്നിവർക്ക് ജല പ്രസിഡന്റ് റസൽ കരുനാഗപ്പള്ളി കൈമാറി. ചടങ്ങിൽ ജല രക്ഷാധികാരി ഡോക്ടർ മുബാറക് സാനി, ജനറൽ സെക്രട്ടറി വെന്യൂർ ദേവൻ, MK ഓമനക്കുട്ടൻ, ഷംസു പൂക്കോട്ടൂർ, ഫ്രാൻസിസ് പാലക്കാട് തുടങ്ങിയവർ സംബന്ധിച്ചു. അപ്കൈക്ക് നവോദയ സാംസ്കാരിക വേദി കുടുംബവേദി യൂണിറ്റ് പുതുവത്സര ദിനത്തിൽ ഫുഡ് ഫെസ്റ്റിവൽ മത്സരം സംഘടിപ്പിച്ചു. നവോദയ കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഹനീഫ മൂവാറ്റുപുഴ ഫുഡ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. കുടുംബവേദി പ്രസിഡന്റ് രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീകുമാർ, ശ്രീമതി ബിന്ദുകുമാർ, ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. ഫുഡ് ഫെസ്റ്റിവൽ മത്സരത്തിൽ 1ാം സ്ഥാനം അജിത നാണുവും 2ാം സ്ഥാനം ശരണ്യ പ്രദീപും 3ാം സ്ഥാനം രാജിത രാജനും കരസ്ഥമാക്കി. വെള്ളാപ്പള്ളി നടേശനെ BJP പാളയത്തിലെത്തിച്ച് സംഘപരിവാർ കേരളത്തിൽ ഫാസിസ്റ്റ് അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് ഇന്ത്യൻ സോഷ്യൽ ഫോറം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. ഫോറം മേഖലാ പ്രസിഡന്റ് ഷമീർ കരുനാഗപ്പള്ളി, നസീം തേമ്പാമൂട്, ഷുഹൈബ്, അനസ് കൂനൻവേങ്ങ, യഹിയ നെടുമങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. പത്താൻകോട്ട് ഭീകരാക്രമണത്തിന് ഉത്തരവാദിത്തം യുണൈറ്റഡ് ജിഹാദി കൗൺസിൽ ഏറ്റെടുത്തു. ഹൈവേ സ്ക്വാഡ് എന്ന ചാവേർ സംഘമാണ് ആക്രമണം നടത്തിയത്. കാശ്മീരിലെയും പാകിസ്ഥാനിലെ 13 ഭീകര സംഘടനകളുടെയും കൂട്ടമാണ് യുണൈറ്റഡ് ജിഹാദ് കൗൺസിൽ. പത്താൻകോട്ടിലെ വ്യോമതാവളത്തിൽ ഒളിച്ചിരുന്ന 6 ഭീകരരെയും സൈന്യം വധിച്ചതായാണ് സൂചന. ആക്രമണത്തിൽ മലയാളിയായ ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ കുമാർ അടക്കം 7 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. കാശ്മീരിലെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ വിളിച്ചാണ് യുണൈറ്റഡ് ജിഹാദി എന്ന സംഘടന പത്താൻകോട്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമാണ് ആക്രമണമെന്ന് തീവ്രവാദികൾ അറിയിച്ചു. പാകിസ്ഥാനിലും കാശ്മീരിലുമായി പ്രവർത്തിക്കുന്ന 13 ഭീകര സംഘടനകളുടെ കൂട്ടായ്മയാണ് യുണൈറ്റഡ് ജിഹാദി കൗൺസിൽ. എന്നാൽ ജിഹാദി കൗൺസിലിന്റെ അവകാശവാദം കേന്ദ്ര സർക്കാർ തള്ളിക്കളഞ്ഞു. അതേസമയം പത്താൻകോട്ടിൽ ഒളിച്ചിരുന്ന 2 തീവ്രവാദികളെയും സൈന്യം വധിച്ചതായി സൂചന. ഒരു തീവ്രവാദിയുടെ ശരീരം ഛിന്നഭിന്നമായ നിലയിലാണ്. രണ്ടാമതിന്റെ ശരീരത്തിനായി തിരച്ചിൽ തുടരുന്നു. പത്താൻകോട്ടിലെ വ്യോമസേനാ കേന്ദ്രം സുരക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു. വ്യോമസേനാ കേന്ദ്രത്തിലെ ജീവനക്കാരും സേനാവിമാനങ്ങളും ആക്രമണത്തിനിരയായിട്ടില്ലെന്ന് NSG മേജർ ജനറൽ ദുഷ്യന്ത് സിംഗും വ്യക്തമാക്കി. വ്യോമസേനാ കേന്ദ്രം പൂർണ്ണമായും തകർത്തുകളയുകയായിരുന്നു ഭീകരരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജന്മനാടായ പാലക്കാട്ടെ വീട്ടിലെത്തിച്ചു. നാളെ എളമ്പുലശ്ശേരി UP സ്കൂളിൽ നിരഞ്ജന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 4 മണിയോടെയാണ് ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജന്റെ മൃതദേഹവും വഹിച്ചുള്ള സൈനിക ഹെലികോപ്റ്റർ പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ എത്തിയത്. ജില്ലാ കളക്ടർ P മേരിക്കുട്ടി, MLA മാരായ AK ബാലൻ, M ഹംസ, K അച്യുതൻ എന്നിവർ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. പിന്നീട് വിലാപയാത്രയായി 6 മണിയോടെ മണ്ണാർക്കാട് എളമ്പുലാശ്ശേരിയുള്ള വീട്ടിലെത്തിച്ചു. ജനപ്രതിനിധികളടക്കം വലിയൊരു ജനാവലി വീട്ടിൽ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. NSG മേജർ തുഷാർ മേനോന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബംഗളൂരിൽ നിന്ന് മൃതദേഹം അനുഗമിച്ചത്. കോയമ്പത്തൂരിൽ നിന്നുള്ള ആർമി ഉദ്യോഗസ്ഥരും പാലക്കാട്ടെത്തിയിരുന്നു. നിരഞ്ജന്റെ ഭാര്യ, മകൾ, അച്ഛൻ, ബംഗളൂരുവിലെ മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരും മറ്റൊരു ഹെലികോപ്റ്റർ മാർഗം പാലക്കാട്ടെത്തിച്ചേർന്നു.
ധീരജവാനെ ആദരമർപ്പിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വീട്ടിലെത്തും. കൈരളി ടിവിക്ക് വേണ്ടി ഡയറക്ടർ TR അജയൻ റീത്ത് സമർപ്പിച്ചു. രാവിലെ 7 മുതൽ 11 വരെ എളമ്പുലാശ്ശേരി KAUP സ്കൂളിലാണ് പൊതുദർശനം. തുടർന്ന് സൈനിക ബഹുമതികളോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് നേരെ വീണ്ടും ആക്രമണം. ഇന്നലെ ആക്രമണം നടത്തിയ 2 ഭീകരർക്കായി തെരച്ചിൽ തുടരവെയാണ് വീണ്ടും ആക്രമണമുണ്ടായത്. ഭീകരർ ഒളിച്ചിരിക്കുന്ന കെട്ടിടത്തിന് നേരെ സൈന്യം വെടിവയ്പ് നടത്തി. കോൺസുലേറ്റിലെ ജീവനക്കാർ സുരക്ഷിതരാണെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. KPCC പ്രസിഡന്റ് VM സുധീരൻ നേതൃത്വം നൽകുന്ന ജനരക്ഷാ യാത്ര കാസർഗോഡ് കുമ്പളയിൽ നിന്ന് പ്രചാരണം തുടങ്ങി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സുധീരന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. RSS നേതൃത്വവുമായി സമാധാന ചർച്ച നടത്താൻ തയ്യാറാണെന്ന പിണറായി വിജയന്റെ പ്രസ്താവന ആത്മാർത്ഥതയോടെയാണെങ്കിൽ സ്വാഗതം ചെയ്യുന്നതായി ഉമ്മൻചാണ്ടി പറഞ്ഞു. ചടങ്ങിൽ മന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരുന്നു. AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസനിക്ക് മുഖ്യപ്രഭാഷണം നടത്തി. ജാഥ നാളെ വൈകിട്ട് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. ഫെബ്രുവരി 9-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. 4.5 വർഷത്തെ ഉമ്മൻചാണ്ടി ഭരണം കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനം ലഭിച്ചില്ലെന്ന് ബോധ്യമായതുകൊണ്ടാണ് VM സുധീരന് ജനരക്ഷാ യാത്രയുമായി ഇറങ്ങേണ്ടി വന്നതെന്ന് PC ജോർജിന്റെ പരിഹാസം. കേരള കോൺഗ്രസ് സെക്യുലറിന്റെ തിരുവനന്തപുരം ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PC ജോർജ്. ഒരു മനുഷ്യന്റെ ജനത്തിന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതാണ് ഒരു ഗവൺമെന്റിന്റെ പരമപ്രധാനമായ ജോലി. പക്ഷേ 4.25 വർഷം ഉമ്മൻചാണ്ടിയുടെ ഭരണം നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാവായ സുധീരൻ ജനരക്ഷായാത്ര നടത്തേണ്ട ഗതികേടുണ്ടായി എന്ന് പറഞ്ഞാൽ കൂടുതലൊന്നും പറയേണ്ടതായിട്ടില്ല. അപ്പൊ ഉമ്മൻചാണ്ടി ഭരിച്ചിട്ട് 4.25 വർഷമായപ്പോ KPCC പ്രസിഡന്റാണ് ജനരക്ഷായാത്ര നടത്തുന്നത്. അപ്പൊ മറ്റുള്ളവർ ആരെ രക്ഷിക്കാൻ യാത്ര നടത്തണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം. വെള്ളാപ്പള്ളിക്ക് വേണ്ടി ഹാജരായ വിഷയത്തിൽ JSS നേതാവ് അഡ്വക്കേറ്റ് രാജൻ ബാബുവിനെതിരെ VM സുധീരൻ. രാജൻ ബാബു 2-1 തീരുമാനിക്കണമെന്ന് സുധീരൻ. രാഷ്ട്രീയ നിലപാട് മറക്കരുതെന്നും സുധീരൻ വ്യക്തമാക്കി. ശ്രീ രാജൻ ബാബുവിനെ പോലുള്ളവർ എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായി വ്യക്തമാക്കേണ്ട സമയമായിരിക്കുന്നു. അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അതിൻ്റെതായ ചുമതല നിർവഹിക്കേണ്ടി വരും. പക്ഷേ രണ്ടും കൂടി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരും. ഒന്നുകിൽ അഭിഭാഷകൻ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി പോകുക, വെള്ളാപ്പള്ളിയുടെ നയസമീപനങ്ങളെ ശക്തമായി എതിർക്കുന്ന UDF സംവിധാനത്തിൻ്റെ ഭാഗമാണെങ്കിൽ UDF പ്രതിദാനം ചെയ്യുന്ന ആശയങ്ങളോടൊപ്പം നിൽക്കുക. ഇത് മാത്രമേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കരണീയമായിട്ടുള്ളൂ. മതവിദ്വേഷ പ്രസംഗ കേസിൽ കീഴടങ്ങിയ വെള്ളാപ്പള്ളി നടേശന് ആലുവ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. ആലുവ സ്റ്റേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ CIക്ക് മുന്നിലാണ് വെള്ളാപ്പള്ളി നടേശൻ കീഴടങ്ങിയത്. കേസിൽ വെള്ളാപ്പള്ളിയോട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. രാവിലെ 10:40 വെള്ളാപ്പള്ളി നടേശൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലുവ CIക്ക് മുൻപാകെ ഹാജരായത്. ഭാര്യ പ്രീതി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കുമൊപ്പമാണ് വെള്ളാപ്പള്ളി സ്റ്റേഷനിലെത്തിയത്. തുടർന്ന് ആലുവ DYSP ഷംസിന്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളിയിൽ നിന്ന് മൊഴിയെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ആലുവയിലെ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ വെള്ളാപ്പള്ളിയെ ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 25,000 രൂപ ബോണ്ടിലും തുല്യ തുകയ്ക്കുള്ള 2 ആൾ ജാമ്യത്തിലും മജിസ്ട്രേറ്റ് വെള്ളാപ്പള്ളിക്ക് ജാമ്യം അനുവദിച്ചു. SNDP വൈക്കം യൂണിയൻ പ്രസിഡന്റ് ബിനേഷ് പ്ലാത്തോട്ടം, SN ട്രസ്റ്റ് ബോർഡ് അംഗം KL അശോകൻ എന്നിവരാണ് വെള്ളാപ്പള്ളിക്ക് ജാമ്യം നിന്നത്. കഴിഞ്ഞ 18 വർഷമായി VM സുധീരൻ തന്നെ വേട്ടയാടുകയാണെന്ന് ജാമ്യം ലഭിച്ച ശേഷം വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു. മുടിയുള്ളവർ എങ്ങനെ വേണമെങ്കിലും മുടി വെച്ച് കെട്ടാം. അപ്പോൾ ഇന്നിപ്പോൾ മുടിയുള്ള ആളുകളാണ് എന്ന് ഈ മുടി എല്ലാവർക്കും എല്ലാ കാലത്തും തലയിലുണ്ടാകില്ല എന്ന ഒരു വിചാരം അധികാരത്തിലുള്ളവർക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം എന്നെ ഇങ്ങനെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് KPCC പ്രസിഡന്റ് തുടങ്ങിയിട്ട് ഒരു 18 കൊല്ലമായി. സമത്വ മുന്നേറ്റ യാത്രക്കിടെ ആലുവയിൽ വെച്ച് മതവിദ്വേഷം വളർത്തുന്ന പ്രസംഗം നടത്തിയതിന് VM സുധീരൻ നൽകിയ പരാതിയിലാണ് ആലുവ പോലീസ് വെള്ളാപ്പള്ളിക്കെതിരെ 153A വകുപ്പ് പ്രകാരം കേസെടുത്തത്. ഇതിനിടെ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ച വെള്ളാപ്പള്ളിയോട് ഈ മാസം 10-ന് മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീപ്പിൾ ഫോളോ അപ്പ്. മാൻഹോൾ ദുരന്തത്തിൽ മരിച്ച ആന്ധ്ര സ്വദേശികളുടെ ബന്ധുക്കൾ വന്നാൽ പണം നൽകാമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി പണം നൽകാതെ വഞ്ചിക്കുന്നുവെന്ന വാർത്ത പീപ്പിൾ TV പുറത്തുവിട്ടിരുന്നു. പണം നൽകാമെന്ന് നേരത്തെ വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചിരുന്നില്ലെങ്കിലും ഇതുവരെ പണം നൽകിയിട്ടില്ല. ഈ സെക്കൻഡിൽ ലഭിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അവിടെ മരിച്ചുപോയ ആളുകളെ എനിക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ഞാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട്
കോഴിക്കോട് കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാര്യയുണ്ട്, പക്ഷേ മറ്റേയാളുടെ ഭാര്യ ഉണ്ടായിട്ട് ഉപേക്ഷിച്ചിട്ട് രണ്ടാമത് കല്യാണം കഴിച്ചാണ്, ഒരാൾക്ക് ഭാര്യയില്ല. ഇങ്ങനെ രണ്ടുപേരെയാണ് കണ്ടെത്താൻ. അതിൻ്റെ അവകാശി ആരാണെന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവകാശ സർട്ടിഫിക്കറ്റായിട്ട് വന്നാൽ ഞാൻ പണം കൊടുക്കാൻ തയ്യാറാണ് എന്ന് മാത്രമല്ല, അതുമല്ല കോഴിക്കോട്ട് കളക്ടറെ ഏൽപ്പിക്കണമെങ്കിൽ അതും തയ്യാറാണ്. അതല്ല, അത് എത്തിക്കുവാനായിട്ട് കൈരളി തയ്യാറാണെങ്കിൽ കൈരളിയെടുക്കലും ഞാൻ തരാൻ തയ്യാറാണ്. എന്നെ വെറുതെ ഇട്ടുണ്ട് കുത്തരുത്. അന്തരിച്ച പ്രമുഖ CPI നേതാവ് AB ബർദന്റെ മൃതദേഹം സംസ്കരിച്ചു. ദില്ലിയിലെ നിഗംബോധ് ഘട്ട് വൈദ്യുതി ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്, സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട് തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ മുതൽ CPI ദേശീയ ആസ്ഥാനമായ അജോയ് ഭവനിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വിലാപയാത്രയായാണ് മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി നിഗംബോധ് ഘട്ട് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയത്. MP കൊടിക്കുന്നിൽ സുരേഷും സംഘവും ചേർന്ന് ആക്രമിച്ചതായി വീട്ടമ്മയും മക്കളും. കഴിഞ്ഞ ദിവസമാണ് കൊടിക്കുന്നിൽ സുരേഷ് തിരുവനന്തപുരം സ്വദേശി അശോകനും കുടുംബത്തിനും നേരെ ആക്രമണം നടത്തിയത്. ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അശോകന്റെ ഭാര്യയും മക്കളും. തിരുവനന്തപുരം നന്തങ്കോട് സ്വദേശി കൊച്ചാലയം അശോകനും കുടുംബത്തിനും നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായത്. നന്തങ്കോട് സ്വദേശിയും കൊടിക്കുന്നിൽ സുരേഷിന്റെ ബന്ധുവുമായ ഷീജയുമായി അശോകനും കുടുംബത്തിനും കാലങ്ങളായി തർക്കം നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിൽ മധ്യസ്ഥം വഹിക്കാനെത്തിയ കൊടിക്കുന്നിൽ സുരേഷും സംഘവും കാര്യം തിരക്കാതെ തങ്ങളെ ആക്രമിക്കുകയായിരുന്നുവെന്ന് അശോകന്റെ ഭാര്യ ഗീത പറഞ്ഞു. MPക്ക് നേരെ കല്ലെറിഞ്ഞെന്നാരോപിച്ച് രോഗിയായ അശോകനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്നും ഗീതയും മക്കളും ആരോപിച്ചു. 4-4:30 മണിയായപ്പോൾ കൊടിക്കുന്നിൽ സുരേഷും കുറേ ഗുണ്ടകളും കൂടി ചേർന്ന് ഞാനും എൻ്റെ ഭർത്താവും വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളൊരു പാസ്റ്ററും കുടുംബം വീട്ടിനകത്ത് ഇരിക്കുകയാണ്. ഞങ്ങളെ വീട്ടിനകത്ത് കയറി വന്ന് എൻ്റെ ഭർത്താവിനെ അസഭ്യം പറയുകയും ഭർത്താവിനെ അടിച്ചു, എന്നെ പിടിച്ചു. ഞാൻ എന്തിന് ഞങ്ങളെ അടിക്കണമെന്ന് ഞങ്ങൾ ചോദിച്ചതിന് ഞങ്ങളെ കുറേ അസഭ്യം പറയുകയും എന്നെ ഭർത്താവിനെ അടിച്ച് എൻ്റെ സാരി എൻ്റെ ബ്ലൗസൊക്കെ വലിച്ചു കീറി ഞങ്ങൾ വേണ്ടുന്ന ഉപദ്രവം ഞങ്ങളെ ചെയ്തു. കൊടിക്കുന്നിൽ ആക്രമിച്ചതിന് സാക്ഷികളുണ്ടെന്നും അവർ വ്യക്തമാക്കി. നേരത്തെയും MP തങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതായി അവർ പറഞ്ഞു. ദളിത് കുടുംബത്തിലെ സ്ത്രീകളെ ഉൾപ്പെടെ MPയും സംഘവും ആക്രമിച്ചതായി നാട്ടുകാരും പരാതിപ്പെട്ടു. ജനപ്രതിനിധികൾ തന്നെ ജനങ്ങളെ ദ്രോഹിക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാനും ഈ കുടുംബം തീരുമാനിച്ചു. തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടെന്നും അശോകന്റെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സിനിമാ നിർമ്മാതാക്കളും ഫെഫ്കയും തമ്മിലുള്ള സമരം മൂലം നിലച്ചിരുന്ന ചിത്രീകരണങ്ങൾ മാക്ട ഫെഡറേഷന്റെ സഹായത്തോടെ വീണ്ടും തുടങ്ങുന്നു. മാക്ട ഫെഡറേഷൻ തൊഴിലാളികളെ നൽകി ജയറാം നായകനാകുന്ന ആടുപുലിയാട്ടത്തിന്റെ ചിത്രീകരണം തെങ്കാശിയിൽ ആരംഭിച്ചു. നിർമ്മാതാക്കൾ നിഷ്കർഷിച്ചിരിക്കുന്ന വേതന വ്യവസ്ഥകൾ പാലിക്കാൻ തയ്യാറാണെന്ന് കൊച്ചിയിൽ നടന്ന യോഗത്തിന് ശേഷം മാക്ട ഫെഡറേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. സൂപ്പർ താരങ്ങൾ വാങ്ങുന്ന കോടികളാണ് മലയാള സിനിമയുടെ പ്രതിസന്ധിക്ക് കാരണമെന്നും മാക്ടയെ തകർക്കാനായി ചിലർ കണ്ടെത്തിയ ശിഖണ്ഡിയായാണ് B ഉണ്ണികൃഷ്ണനെന്ന് ഫെഡറേഷൻ കുറ്റപ്പെടുത്തി. മുംബൈ വാഷി കേരള ഹൗസിന് മുന്നിൽ നിരവധി മലയാളി സമാജങ്ങളുടെയും സംഘടനകളുടെയും പിന്തുണയോടെ പ്രതിഷേധം ഇരമ്പി. മലയാള മിഷനോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്നും പ്രഖ്യാപിത KSRTC സർവീസ് ഉടൻ ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. വാഷി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കേരള ഹൗസിലേക്ക് നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ മലയാളം മിഷൻ അധ്യാപകരടക്കം താരാപൂർ മുതലുള്ള വിവിധ സമാജങ്ങളെയും സംഘടനകളെയും പ്രതിനിധീകരിച്ച് 100 കണക്കിന് മലയാളി പ്രവർത്തകർ പങ്കെടുത്തു. സമരസമിതി നേതാക്കളായ PD ജയപ്രകാശ്, ഡോക്ടർ ജോസ് ജോർജ്, PK ലാലി, വത്സൻ മുർക്കോത്ത്, ബിന്ദു ജയൻ, K പവിത്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകിയ ധർണയ്ക്ക് PR കൃഷ്ണൻ, NMMT ചെയർമാൻ സാബു ഡാനിയൽ, NCP വൈസ് പ്രസിഡന്റ് NK ഭൂപേഷ് ബാബു തുടങ്ങിയ പ്രമുഖരും പങ്കെടുത്തു. മുംബൈ മലയാളികളുടെ ആവശ്യങ്ങളോട് എന്നും അവഗണനയോടെയുള്ള സമീപനമാണ് വേണ്ടപ്പെട്ട അധികാരികൾ നടത്തുന്നതെന്ന് PR കൃഷ്ണൻ പറഞ്ഞു. ഇക്കണോമിക് സിറ്റുവേഷൻ, വ്യാവസായിക നിലവാരം എല്ലാം പടുത്തുയർത്തുന്നതിൽ പ്രവാസി മലയാളികളുടെ സംഭാവന വളരെ കൂടുതലാണ്. അവർ ആവശ്യപ്പെട്ടതിന് ശേഷവും 3 കൊല്ലം കഴിഞ്ഞിട്ടും ഇത് നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു ഗവൺമെന്റാണ് UDF ഗവൺമെന്റും അതിന്റെ മുഖ്യമന്ത്രിയും എന്ന് പറഞ്ഞാൽ